മദർ മേരി എങ്ങനെയാണ് പ്രഗ്നന്റ് ആയതെന്ന് പറയും. ശാരീരിക ബന്ധം കൂടാതെ എങ്ങനെയാണ് ഒരു സ്ത്രീ ഗർഭിണിയാകുക? ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ടു എ ഗൈനക്കോളജിസ്റ്റ്? അപ്പോൾ ഒരു സംശയം, ശ്രീരാമൻ എങ്ങനെയാണ് ജനിച്ചത്? അത് നിങ്ങൾക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? ഹൈന്ദവ വിശ്വാസപ്രകാരം കുന്തി ദേവിക്ക് കർണൻ ജനിച്ചതും ദശരഥ രാജാവിൻ്റെ പത്നിമാർ പായസ നിവേദ്യത്തിലൂടെ പുത്രഭാഗ്യം നേടിയതും ഒന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ നിങ്ങളെ കളിയാക്കാൻ പറഞ്ഞതല്ല കേട്ടോ. സർവശക്തനായ സർവവും സൃഷ്ടിച്ച ദൈവത്തിന് ഇത് സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം അത്ഭുത കഥകൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കുകയും ചെയ്തതിൽ വൈരുദ്ധ്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഒരു ഗൈനക്കോളജിസ്റ്റിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ പറയുമ്പോൾ അതൊരു തരം ഭൗതികവാദമാണ്, നിരീശ്വരവാദമാണ് നിങ്ങൾ പറയുന്നത്. ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളൊരു ഹൈന്ദവ വിശ്വാസിയാണ് എന്ന് കരുതാൻ ബുദ്ധിമുട്ടുണ്ട്. മറുനാടൻ ഷാജൻ്റെ അഭിപ്രായത്തിൽ ഒരു നിരീശ്വരവാദിക്ക് മാത്രമേ മറ്റു മതത്തെ വിമർശിക്കാൻ സാധിക്കൂ എന്നാണ്. എന്നാൽ അത് തെറ്റാണ്, അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിൻ്റെ ഒന്നാമത്തെ പ്രശ്നം എല്ലാ മതങ്ങളും തെറ്റാണ് എന്നൊരു ഫോൾസ് പ്രിസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിലപാട്. രണ്ടാമത്, ശരിയായ കാര്യം ആര് ചെയ്താലും ശരിയാണ്, തെറ്റ് ആര് ചെയ്താലും തെറ്റാണ്. അതിൽ നിരീശ്വരവാദികൾക്ക് മാത്രമായിട്ടൊരു ഒഴിവുകഴിവില്ല. ദൈവശാസ്ത്രപരമായ സംവാദങ്ങൾ എല്ലാ മതങ്ങൾക്കിടയിലും ഉണ്ടാകേണ്ടതാണ്. ആരോഗ്യപരമായ വിമർശനങ്ങൾ പരസ്പരം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അവരുടെ മതത്തെ അവഹേളിക്കാൻ ആർക്കും അവകാശമില്ല. അത് നിരീശ്വരവാദിയാണെങ്കിലും ശരി. എങ്ങനെയാണ് മറിയം ഗർഭിണിയായത് എന്നത് ഒരു ദൈവശാസ്ത്രപരമായ ചോദ്യമാണ്. അതൊരു ഹൈന്ദവ വിശ്വാസി മാത്രമല്ല, ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഇനി അല്ല നിരീശ്വരവാദിയാണെങ്കിലും ഈ ചോദ്യം ഒരു ക്രിസ്ത്യാനിയോട് ചോദിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. മാത്രമല്ല, ഇത്തരം ദൈവശാസ്ത്രപരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ സദാ സന്നദ്ധരാണ്. എന്നാൽ ആക്ച്വലി ഇവിടെ സംഭവിച്ചത്, ഇവിടെ ഒരു ക്രൈസ്തവ ആരാധനാ കേന്ദ്രത്തിൽ ഇടിച്ചു കയറി അക്രമം ഉണ്ടാക്കുമ്പോഴാണ് പ്രശ്നം. ചോദിച്ച ചോദ്യമല്ല പ്രശ്നം. കന്യകാമറിയത്തിൻ്റെ ഗർഭധാരണം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ്. ഒരു മാനുഷിക പിതാവിൻ്റെ സഹായമില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് മറിയം ഗർഭം ധരിച്ചത്. ഇതൊരു ബയോളജിക്കൽ മെക്കാനിസം അല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ ദൈവം ജീവൻ സൃഷ്ടിച്ചതുപോലെ തന്നെയുള്ള ഒരു ദൈവികമായ പ്രവൃത്തിയാണ്. നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മറിയം തൻ്റെ പൂർണ്ണ സമ്മതം അവിടെ നൽകുന്നുണ്ട്. അങ്ങനെ കന്യകയായിരുന്നു കൊണ്ട് തന്നെ ദൈവം മാതാവായി മാറുകയും ചെയ്തു. ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ സാരം ഇതാണ്: ദൈവം നേരിട്ട് മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണമായ പ്രജനന പ്രക്രിയയിലൂടെയല്ല, മറിച്ച് സ്വന്തം സൃഷ്ടിപരമായ ശക്തിയിലൂടെ അവിടുന്ന് മനുഷ്യ പ്രകൃതി സ്വീകരിക്കുകയാണ്.